സാധാരണ ഷോപ്പിംഗ് മോളിൽ നമ്മളെല്ലാവരും പോകുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് ഡ്രസ്സോ സാധനങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ നേറ്റീവ് ബയോടോപ്പ് ടാങ്ക് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ബയോടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തനതായ മീനുകളെയും സാധനങ്ങളെയും വെച്ചുണ്ടാക്കുന്ന ഫിഷ് ടാങ്കാണിത്. പക്ഷേ ഇതിനകത്തൊരു ഐറ്റം ഉണ്ട്. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള പണ്ട് കാലം മുതലേ ഉള്ള ഡൈനോസറിൻ്റെ കാലം മുതലുള്ള ഒരു മീൻ ഇതിനകത്തുണ്ട്. ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഒരു 8 feet ടാങ്കാണ്. നമ്മുടെ നേരെ മേളിലൊരു എസ്കലേറ്റർ ആണ്, അതിൻ്റെ കീഴെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നേറ്റീവ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ കരിമീൻ, പള്ളത്തി, പരലെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരുടെ സ്വന്തം മീനുകളെ എന്തൊക്കെയാണെന്ന് അവരെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അതുവഴി ഇതുങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ നേറ്റീവ് ബയോടോപ്പ് ടാങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പം നേറ്റീവ് ഫിഷ് എന്ന് കുറേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ള മീനുകൾ ഓരോന്നിനായിട്ട് നിങ്ങളെ അങ്ങ് പരിചയപ്പെടുത്തി തന്നേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മോണോ ഏഞ്ചൽ ഫിഷ് ആണ്. നല്ല ഭംഗിയാണ്. നമ്മുടെ അക്വേറിയത്തിലെ ഏഞ്ചൽ ഫിഷിനെ പോലെ തന്നെ ഇരിക്കും. നല്ല പക്ഷേ ഒരു യെലോയും നല്ല സിൽവർ പാറ്റേണെ കൊണ്ട് 2 വരയൊക്കെ ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ഫിഷാണ്. അപ്പോൾ അടുത്തതായിട്ട് മറ്റൊന്നുമല്ല ആർത്തർ ഫിഷാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ഹണ്ടിങ് ബിഹേവിയർ ഉള്ളൊരു ഫിഷാണ്. 2-3 മീറ്റർ അകലെ വെള്ളത്തിന് മേളിലിരിക്കുന്ന ഇൻസെക്റ്റുകളെ, പ്രാണികളെയൊക്കെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് വെള്ളത്തിൽ വീഴ്ച വന്ന് അടിക്കുന്നൊരു മീനാണ്. ഇപ്പോൾ ഇന്ന് കാണുന്നൊരു മീനെന്ന് പറഞ്ഞാൽ നല്ലൊരു മുഷി പോലെ ഇരിക്കുന്ന ഐറ്റമാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈൽഡെയിൽ കാറ്റ്ഫിഷ്. പിന്നെ ഈൽഡെയിൽ കാറ്റ്ഫിഷ് ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു സാധനമാണ് റെൻഡാൽ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്. നല്ലൊരു മുഷി പോലത്തെ ഒരു ഐറ്റമാണ്. ഈലിന്റെ പകുതി പിൻഭാഗവും കാറ്റ്ഫിഷ് അല്ലെ മുഷിയുടെ ഒക്കെ തലയും വരുന്ന ഒരു മീനാണ്. അതാണ് റെൻഡാൽ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്. അമ്മ 2 നടപ്പുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ ആയിട്ട് അതിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഫോറേജ് ചെയ്ത് സാൻഡിനകത്തോട് തപ്പി സിഫ്റ്റ് ചെയ്ത് പോകും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മീനാണ്. പക്ഷേ ഒരുപക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും കളറുള്ള മീനും അതായിരിക്കും. ഇവിടെ ഇതിനെ വിളിക്കുന്നത് സ്കാറ്റൺ ആണ്. അപ്പോൾ ഇത് പരന്നിട്ടുള്ളൊരു മീനാണ്. മേളിലൊരു മുള്ളുണ്ട്. ചൂണ്ട പിടിക്കുന്നവരൊക്കെ അത്യാവശ്യം സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ നല്ലപോലെ വേദന എടുക്കും. കോറിയത്തിലെ ഒരു ഗോൾഡ് ഫിഷ് വരെ മാറി നിൽക്കുന്ന പോലെ നല്ല കളറുള്ള ഒരു മീനാണ്. ഇപ്പോഴും പറയും, നമ്മൾ അവസാനം നിങ്ങൾക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനോസറുകളുടെ കാലം മുതലുള്ള ഒരു മീനാണ് കേട്ടോ അത്. ആക്ച്വലി ക്യൂൻസ്ലൻഡ് ബ്രിസ്ബൻ ഏരിയ മാത്രമേ ഭൂമിയിൽ ഇതുള്ളൂ. പക്ഷേ അത് എത്തുന്നതിന് മുമ്പ് ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇവിടെ, സ്നേക്ക് ഹെഡ് ഗഡ്ജൻ. സ്നേക്ക് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരാല് വാഹ ഇതിൻ്റെ തലയും വേറെ ഒരു ഓസ്ട്രേലിയൻ നേറ്റീവ് മീനിൻ്റെ ബാക്കി ഭാഗം ഉള്ള പോലത്തെ ഒരു മീനാണ്. ഈ ഉള്ള സാധനമാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈസ് എൻ ഓസ്ട്രേലിയൻ ലങ് ഫിഷ്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ലങ് ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ലങ്സ് ഉണ്ട്, എയർ ശ്വസിക്കാം, പിന്നെ 100 വർഷത്തോളം ജീവിക്കും, ഒരു 2 മീറ്ററോളം നീളം വെക്കും. കോറിയം ട്രേഡുകളിൽ ഇതിനെ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മുട്ടയിടുന്ന സ്ഥലങ്ങളും റിവറും ഒക്കെ ഫ്ലഡും പരിപാടിയൊക്കെ വന്ന് പോയിട്ട് ഇതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ലങ് ഫിഷിനെ പിടിക്കുന്നതെല്ലാം ഇവിടെ ബാൻഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഷോപ്പിംഗ് മോളിനകത്ത് അക്വേറിയം, അതായത് ഓസ്ട്രേലിയൻ നേറ്റീവ് ബയോടോപ്പ് അക്വേറിയം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Till then, family, you take care.